പെട്ടെന്ന് എന്ത് ഉച്ചയൂണുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരൊറ്റ ഐറ്റം മതിയാവും കേട്ടോ. ഇതാകുമ്പോൾ ചോറ് കഴിക്കാൻ വേറെ ഒരു ഐറ്റവും നമ്മൾ ഉണ്ടാക്കേണ്ടി വരില്ല. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളെ കടുകും ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, നമ്മളെ മല്ലിപ്പൊടി, ഗരം മസാല, എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വേവാനിരിക്കുന്ന സമയം കൊണ്ട് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ മുകളിലൂടെ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുക. ആ മസാല മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരും. നിങ്ങളൊന്ന് തിരിച്ചിടുക. ഞാൻ തിരിച്ചിടാൻ പണ്ടേ വീക്കായതുകൊണ്ട് തന്നെ എൻ്റെ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മളെ ചോറിൻ്റെ മുകളിൽ വെച്ച് ഞവടി കഴിക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്.